ഈ ഗ്രഹത്തിലെ ഓരോ ജീവിയും കോടിക്കണക്കിന് വർഷങ്ങളായി ഭൂമിയോട് ഇണങ്ങി ജീവിക്കാൻ മാറിക്കൊണ്ടിരുന്നു. മീനുകൾ വെള്ളത്തിനടിയിൽ ശ്വസിക്കാൻ ഗിൽസ് വികസിപ്പിച്ചു. പക്ഷികൾക്ക് പറക്കാൻ ഹോളോ ബോൺസ് ഉണ്ടായി. പോളാർ ബെയറുകൾക്ക് മഞ്ഞിൽ ജീവിക്കാൻ കട്ടിയുള്ള ഫർ വളർന്നു. പിന്നെ മനുഷ്യർ. നമ്മൾ സ്വന്തം സൂര്യപ്രകാശത്തിൽ തന്നെ പൊള്ളിപ്പോകുന്നു. നമ്മുടെ സ്പൈൻ എളുപ്പത്തിൽ തകരുന്നു. കുഞ്ഞിനെ ജനിപ്പിക്കുന്ന പ്രക്രിയ അത്രയും അപകടകരമാണ്. മറ്റു മിക്ക മൃഗങ്ങളെക്കാളും കൂടുതൽ സ്ത്രീകൾ പ്രസവത്തിൽ മരിച്ചിരുന്നു. അതിലും വിചിത്രം, ഈ ലോകത്തെ നോക്കി എന്തോ ശരിയല്ല എന്ന് ചിന്തിച്ച ഏക ജീവി നമ്മളാണ്. കാരണം ഒരുപക്ഷെ നമ്മൾ ഭൂമിക്കായി ഉണ്ടാക്കിയ ജീവിയല്ലെങ്കിൽ. നേരിട്ട് സൂര്യപ്രകാശത്തിൽ മണിക്കൂറുകൾ കഴിയുമ്പോൾ നായകൾക്കും പൂച്ചകൾക്കും കുതിരകൾക്കും ആനകൾക്കും പ്രശ്നമില്ല. അവയുടെ ശരീരം ഈ ഗ്രഹത്തിനും ഈ സൂര്യനുമൊത്തു പെർഫെക്റ്റ്ലി അഡാപ്റ്റഡ് ആണ്. പക്ഷെ നമ്മളോ? പുറത്തു പോകാൻ പോലും സൺസ്ക്രീൻ എന്ന കെമിക്കൽ പേസ്റ്റ് കണ്ടുപിടിക്കേണ്ടി വന്നു. ഒരു നിമിഷം അതിനെക്കുറിച്ച് ചിന്തിക്കൂ. സ്വന്തം സൂര്യനിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യനൊരു ലോഷൻ കണ്ടുപിടിച്ചു. ഇപ്പോൾ നിങ്ങളുടെ ബാക്കിനെക്കുറിച്ച് ചിന്തിക്കൂ. ഏകദേശം 80% മനുഷ്യർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ക്രോണിക് ബാക്ക് പെയിൻ വരും. ഒരു സ്പീഷീസിന്റെ 5 പേരിൽ 4 പേർക്കും ഒരേ സ്ട്രക്ചറൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് വ്യക്തിയുടെ ഫോൾട്ടല്ല, ഡിസൈൻ്റെ പ്രശ്നമാണ്. നമ്മുടെ സ്പൈൻ ആദ്യം 4 കാലിൽ നടക്കാനായിട്ടാണ് ഇവോൾവ് ചെയ്തത്. പിന്നീട് അതിനെ നേരെ നിർത്താൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഡിസ്ക്സ് കംപ്രസ് ആകുന്നതും ബാക്ക് പെയിൻ വരുന്നതും. കാങ്കരൂകൾക്കും ഓസ്ട്രിച്ചുകൾക്കും ഈ പ്രശ്നമില്ല. അവയുടെ ബോഡി തുടക്കത്തിൽ തന്നെ അപ്രൈറ്റ് മൂവ്മെന്റിനായി ബിൽഡ് ചെയ്തതാണ്. നമ്മുടേത് പിന്നീട് ഫോഴ്സ് ചെയ്ത് മാറ്റിയതുപോലെയാണ്. പിന്നെ ചൈൽഡ് ബർത്ത്. മനുഷ്യരുടെ പ്രസവം ഭൂമിയിലെ ഏറ്റവും അപകടകരമായ ബർത്ത് പ്രോസസ്സുകളിൽ ഒന്നാണ്. കുഞ്ഞിന്റെ തല അത്രയും വലുതാണ്. ബർത്ത് കനാലിലൂടെ കഷ്ടിച്ചു മാത്രം കടക്കാൻ പറ്റും. മോഡേൺ മെഡിസിന് മുമ്പ് പ്രസവം സ്ത്രീകളുടെ മരണകാരണങ്ങളിൽ ഒന്നായിരുന്നു. മറ്റു മൃഗങ്ങളിൽ ഇത് സാധാരണയല്ല. ഒരു കുതിര ഏകദേശം 30 മിനിറ്റിൽ കുഞ്ഞിനെ പ്രസവിക്കും. കുഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ നടക്കാനും തുടങ്ങും. പക്ഷെ മനുഷ്യക്കുഞ്ഞോ? മാസങ്ങളോളം സ്വന്തം തല പോലും നേരെ പിടിക്കാനാവില്ല. വർഷങ്ങളോളം മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഭൂമിയിലെ മറ്റെല്ലാ ജീവികളിലും കൂടുതൽ ഹെൽപ്ലെസ് ആയി ജനിക്കുന്ന ജീവി മനുഷ്യനാണ്. പിന്നെ അലർജീസ്. നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റമിന് ഒരു ജോലി മാത്രമേ ഉള്ളൂ: നിങ്ങളെ രക്ഷിക്കുക. പക്ഷെ മനുഷ്യരിൽ അതേ സിസ്റ്റം ഹാംലെസ് ആയ കാര്യങ്ങളോട് യുദ്ധം ചെയ്യുന്നു. പോളൻ, പീനട്സ്, ഡസ്റ്റ്, കാറ്റ് ഹെയർ. ലോക ജനസംഖ്യയിലെ ഏകദേശം 30% പേർക്ക് അലർജീസ് ഉണ്ട്. അതായത് നിങ്ങളുടെ സ്വന്തം ഡിഫൻസ് സിസ്റ്റം തന്നെ നിങ്ങൾ ശ്വസിക്കുന്ന വായുവിനെയും കഴിക്കുന്ന ഭക്ഷണത്തെയും അറ്റാക്ക് ചെയ്യുന്നു. ഇത് ഇവല്യൂഷന്റെ വലിയ മിസ്റ്റേക്ക് ആണോ? അല്ലെങ്കിൽ നമ്മുടെ ശരീരം മറ്റൊരു സ്ഥലത്തിനായിട്ടാണോ കാലിബ്രേറ്റഡ് ആയിരിക്കുന്നത്? പക്ഷെ ഏറ്റവും വിചിത്രമായത് നമ്മുടെ ബോഡിയല്ല, നമ്മുടെ മൈൻഡാണ്. ഭൂമിയിലെ മറ്റൊരു ജീവിക്കും ഒരു ദിവസം ഞാൻ മരിക്കും എന്ന പൂർണ്ണ ബോധമില്ല. നായകൾ രാത്രി കിടക്കുമ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കില്ല. ഡോൾഫിനുകൾ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിൽ പോകുന്നില്ല. ആനകൾ മരണഭയം കൈകാര്യം ചെയ്യാൻ റിലീജിയൻ ഉണ്ടാക്കുന്നില്ല. പക്ഷെ നമ്മളെല്ലാം ചെയ്യുന്നു. മരണം ഒരു ദിവസം വരുമെന്ന് പൂർണ്ണമായി മനസ്സിലാക്കി ജീവിക്കുന്ന ഏക സ്പീഷീസ് മനുഷ്യരാണ്. അതിനെ നേരിടാൻ നമ്മൾ ടെമ്പിൾസ് പണിതു, ഫിലോസഫി എഴുതി, റിലീജിയൻസ് സൃഷ്ടിച്ചു. ചരിത്രമൊക്കെയും മരിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന ചോദ്യത്തെ ചുറ്റിപ്പറ്റിയാണ്. പക്ഷേ എവല്യൂഷൻ മനുഷ്യൻ ഇങ്ങനെയൊരു കേഴ്സ് എന്തിനു കൊടുത്തു? എക്സിസ്റ്റൻഷ്യൽ ഡ്രെഡ് കൊണ്ട് എന്ത് സർവൈവൽ അഡ്വാൻറ്റേജാണ് കിട്ടുന്നത്? ഇത് ഒരു സ്പീഷീസിന് തെറ്റായ സ്ഥലത്ത് കുടുങ്ങിയതുപോലെയുള്ള ഫീലിംഗ് ആണ് നൽകുന്നത്. എന്തോ തെറ്റുണ്ട് എന്ന് മനസ്സിലാക്കുന്നുവെങ്കിലും എന്താണെന്ന് കണ്ടെത്താനാവാത്ത അവസ്ഥ. പിന്നെ മറ്റൊരു വലിയ കാര്യം, ഭൂമിയിലെ ഓരോ സ്പീഷീസിനും ഈക്കോസിസ്റ്റത്തിൽ ഒരു ബാലൻസ് ഉണ്ട്. പ്രിഡേറ്ററുകൾ പ്രേയെ നിയന്ത്രിക്കും. പ്രേ പ്ലാന്റ് ലൈഫിനെ ബാലൻസ് ചെയ്യും. ഡീകമ്പോസറുകൾ ന്യൂട്രിയൻസ് തിരികെ മണ്ണിലേക്ക് നൽകും. എല്ലാവർക്കും ഒരു റോളുണ്ട്. പക്ഷെ മനുഷ്യർ, നമ്മൾ ഫോറസ്റ്റ് വെട്ടിമാറ്റുന്നു, നദികൾ വിഷമാക്കുന്നു, ആയിരക്കണക്കിന് സ്പീഷീസുകളെ എക്സ്റ്റിങ്ഷനിലേക്ക് തള്ളിയിട്ടുണ്ട്. നമ്മൾ ഈക്കോസിസ്റ്റത്തിന്റെ ഭാഗമല്ലാത്തതുപോലെയാണ് പെരുമാറുന്നത്, അതിനെ ഡിസ്മാൻഡിൽ ചെയ്യുന്നത് പോലെ. അത് ഇൻവേസീവ് സ്പീഷീസിനെ പോലെ തോന്നുന്നില്ലേ? ഒരു പ്ലാനറ്റിലേക്ക് പുറത്തുനിന്ന് വന്ന ജീവി പോലെ. 1973-ൽ ഫ്രാൻസിസ് ക്രിക്ക് എന്ന സയന്റിസ്റ്റ് ഒരു ഷോക്കിംഗ് ഐഡിയ മുന്നോട്ട് വെച്ചു. DNA എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്തിയ നോബൽ പ്രൈസ് വിന്നറായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറഞ്ഞത്, ഭൂമിയിലെ ലൈഫ് ഇവിടെ ആരംഭിച്ചതല്ലായിരിക്കാം. ഒരുപക്ഷെ മറ്റൊരു ഇന്റലിജന്റ് സിവിലൈസേഷൻ ലൈഫ് ഇവിടെ സീഡ് ചെയ്തതാകാം. DNA ഡീകോഡ് ചെയ്ത മനുഷ്യൻ തന്നെ ഈ കഥയിൽ എന്തോ ശരിയല്ല എന്ന് പറഞ്ഞിരുന്നു. അതിന് ചില കാരണങ്ങളും ഉണ്ടായിരുന്നു. ലൈഫ് ഭൂമിയിൽ വന്നത് ഏകദേശം 3.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ്. ഭൂമിയുടെ പ്രായം ഏകദേശം 4.5 ബില്യൺ വർഷം മാത്രം. അത് മീൻസ് ഭൂമി രൂപപ്പെട്ട് അധികം വൈകാതെ തന്നെ ലൈഫ് പ്രത്യക്ഷപ്പെട്ടു.
പ്ലാനറ്റ് ഇപ്പോഴും ആസ്ട്രോയിഡുകൾ കൊണ്ട് ഇടിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മോൾട്ടൺ റോക്കും ടോക്സിക് ഗ്യാസും നിറഞ്ഞ ലോകത്തിൽ സംഹൗ ലൈഫ് ആരംഭിച്ചു. പല ബയോളജിസ്റ്റുകൾക്കും ഈ ടൈമിംഗ് സസ്പീഷ്യസ് ആയി തോന്നിയിട്ടുണ്ട്. 1969 ഓസ്ട്രേലിയയിൽ വീണ ഒരു മീറ്റിയോറൈറ്റിൽ അമിനോ ആസിഡ്സ് കണ്ടെത്തി, ലൈഫിന്റെ ബിൽഡിംഗ് ബ്ലോക്സ്. അതിൽ ചിലത് ഭൂമിയിലെ എല്ലാ ജീവികളിലും കാണുന്ന അതേ അമിനോ ആസിഡ്സ് ആയിരുന്നു. അതാണ് വലിയ ട്വിസ്റ്റ്. ഓർഗാനിക് കെമിസ്ട്രി സ്പേസിൽ പോലും ഉണ്ടെന്ന് അത് തെളിയിച്ചു. പിന്നെ ടാർഡിഗ്രേഡ് എന്ന ചെറിയ ജീവി, വാക്യൂം ഓഫ് സ്പേസിലും എക്സ്ട്രീം റേഡിയേഷനിലും ഓൾമോസ്റ്റ് ആബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിലും പോലും അത് സർവൈവ് ചെയ്തു. ലൈഫ് ഒരു പ്ലാനറ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് യാത്ര ചെയ്യാൻ കഴിയും. 2013 ഡോക്ടർ എലിസ് സിൽവർ ഹ്യൂമൻസ് ആർ നോട്ട് ഫ്രം എർത്ത് എന്ന പുസ്തകം എഴുതി. സൺബേൺ, ബാക്ക് പെയിൻ, അലർജീസ്, ഡേഞ്ചറസ് ചൈൽഡ് ബർത്ത് ഇവയെല്ലാം മനുഷ്യർ ഭൂമിയോട് പെർഫെക്റ്റ്ലി അഡാപ്റ്റഡ് അല്ലെന്ന തെളിവുകളാണെന്ന് അദ്ദേഹം വാദിച്ചു. പക്ഷേ മെയിൻ സ്ട്രീം സയൻസിന് ഇതിനൊക്കെ മറ്റൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അതിന്റെ പേര് എവല്യൂഷണറി മിസ്മാച്ച്. ബാക്ക് പെയിൻ നമ്മൾ നേരെ നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 6 മില്യൺ വർഷം മാത്രമാണ്. എവല്യൂഷൻ വളരെ സ്ലോ ആണ്. നമ്മുടെ സ്പൈനിന് ഇനിയും ഫുള്ളി അഡാപ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. സൺബേൺ മനുഷ്യർ ബോഡി ഹെയർ നഷ്ടപ്പെടുത്തി സ്വെറ്റ് വഴി ബോഡി കൂൾ ചെയ്യാൻ. അത് ആഫ്രിക്കൻ സവാനയിൽ ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ്ങിന് സഹായിച്ചു. അതുകൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ മൃഗങ്ങളെക്കാളും കൂടുതൽ നേരം ഓടാൻ കഴിവുള്ളവരായി. പക്ഷേ അതിന്റെ പ്രൈസാണ് സൺബേൺ. ചൈൽഡ് ബർത്ത് നമ്മുടെ ബ്രെയിൻ വേഗത്തിൽ വലുതായി, പക്ഷേ പെൽവിസ് അതിനൊത്ത് മാറിയില്ല. സയന്റിസ്റ്റുകൾ ഇതിനെ ഓബ്സ്ട്രറ്റിക് ഡിലേമ എന്ന് വിളിക്കുന്നു. എൻവയൺമെന്റൽ ഡിസ്ട്രക്ഷനും എക്സ്പ്ലനേഷനുണ്ട്. നമ്മൾ ചെറിയ ഹണ്ടർ ഗ്യാദറർ ഗ്രൂപ്പ്സിലാണ് ഇവോൾവ് ചെയ്തത്. പ്ലാനറ്റ് ലെവൽ ഈക്കോസിസ്റ്റം മാനേജ് ചെയ്യാൻ നമ്മുടെ ബ്രെയിൻ വയേർഡ് ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ ഏലിയൻസ് അല്ലായിരിക്കാം, വളരെ വേഗത്തിൽ പവർ കിട്ടിയ ഒരു സ്പീഷീസ് മാത്രമായിരിക്കാം. പക്ഷേ ഇവിടെയാണ് മറ്റൊരു വലിയ മിസ്റ്ററി വരുന്നത്: സ്പീഡ്. ഭൂമിയിലെ 4 ബില്യൺ വർഷത്തെ ചരിത്രത്തിൽ മറ്റൊരു സ്പീഷീസിനും നമ്മൾ ചെയ്ത വേഗതയിൽ പ്രോഗ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഡോൾഫിനുകൾ ഏകദേശം 50 മില്യൺ വർഷമായി ഭൂമിയിലുണ്ട്. അവർ സ്മാർട്ടാണ്, കോംപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പക്ഷേ ഒരൊറ്റ ടൂൾ പോലും ബിൽഡ് ചെയ്തിട്ടില്ല. ചിമ്പാൻസികൾ സ്റ്റിക്സ് ഉപയോഗിക്കാൻ പഠിച്ചത് ഏകദേശം 4 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം വലിയ ചേഞ്ച് ഒന്നുമില്ല. പക്ഷേ മനുഷ്യർ ഷാർപ്പൻഡ് റോക്സിൽ നിന്ന് ന്യൂക്ലിയർ വെപ്പൺസ് വരെ എത്താൻ ഏകദേശം 2 മില്യൺ വർഷം മാത്രം. ഫയറിൽ നിന്ന് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ വരെ, കേവ് പെയിന്റിംഗ്സിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ. 200 വർഷങ്ങൾക്ക് മുമ്പ് റെയിൽ റോഡ്സ് ഇല്ലായിരുന്നു. 125 വർഷങ്ങൾക്ക് മുമ്പ് എയർപ്ലെയിൻസ് ഇല്ലായിരുന്നു. 75 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ സ്പേസിൽ പോയിട്ടില്ല. 35 വർഷങ്ങൾക്ക് മുമ്പ് ഇന്റർനെറ്റ് പോലും ഇല്ലായിരുന്നു. ലൈഫിന്റെ ചരിത്രത്തിൽ ഒന്നും ഇങ്ങനെ ആക്സലറേറ്റ് ചെയ്തിട്ടില്ല. സയന്റിസ്റ്റുകൾക്കും അതിന്റെ എക്സാക്ട് കാരണം ഇന്നും വ്യക്തമല്ല. കുക്കിംഗ് കൂടുതൽ കാലറീസ് നൽകി ബ്രെയിൻ വളരാൻ സഹായിച്ചുവെന്ന് ചിലർ പറയുന്നു. FOXP2 ജീൻ കോംപ്ലക്സ് സ്പീച്ചിന് കാരണമായിരിക്കാമെന്ന് ചിലർ പറയുന്നു. നോളജ് ജനറേഷനുകളിലൂടെ പാസ് ചെയ്യാൻ കഴിഞ്ഞതാകാമെന്നും ചിലർ പറയുന്നു. ഇവയെല്ലാം റോൾ പ്ലേ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഇത്രയും അൺബിലീവബിൾ സ്പീഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അതുമാത്രം മതിയെന്ന് തോന്നുന്നില്ല. സയൻസിന്റെ ഏറ്റവും ഓണസ്റ്റ് ആൻസർ ഇപ്പോൾ ഇതാണ്: ഞങ്ങൾക്കെല്ലാം അറിയില്ല. പീസസ് ഉണ്ട്, പക്ഷെ മുഴുവൻ പിക്ചർ ഇനിയുമില്ല. ഒരുപക്ഷെ നമ്മൾ ഏലിയൻസ് അല്ല, മോസ്റ്റ് ലൈക്ലി നമ്മൾ ഭൂമിയുടെ തന്നെ പ്രോഡക്റ്റാണ്. പക്ഷേ മോസ്റ്റ് ലൈക്ലി എന്നത് ഡെഫിനറ്റ്ലി അല്ല. അതാണ് ഈ ചോദ്യം ഇന്നും അലൈവ് ആക്കുന്നത്. കാരണം ഒരു കാര്യം ഉറപ്പാണ്: നമ്മൾ ഈ ഗ്രഹം ഉണ്ടാക്കിയ ഏറ്റവും വിചിത്രമായ ജീവിയാണ്. സ്വന്തം സൂര്യനിൽ പൊള്ളുന്ന, സ്വന്തം ഗ്രാവിറ്റിയിൽ തന്നെ തകരുന്ന, എന്നിട്ടും എല്ലായ്പ്പോഴും ആകാശത്തേക്ക് നോക്കി നമ്മൾ യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് വന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ജീവി.